മെത്തേഡിൽ വരയ്ക്കാം. ഒന്ന് നമ്മൾ അന്ന് പറഞ്ഞ പോലെ, അതല്ലാതെ ഓട്ടോക്യാഡ് പ്ലാൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ റൂഫ് ഉണ്ടാവില്ല. അത് അങ്ങനെ റൂഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു മെത്തേഡിൽ വരയ്ക്കാൻ പറ്റും. ഇതിനെ ഇങ്ങനെയാണ് നമ്മുടെ റൂഫിൻ്റെ ഷേപ്പ് എന്ന് വിചാരിക്കുക. ഇനിയിപ്പം ഇതാണ് റൂഫിൻ്റെ ബൗണ്ടറിയെങ്കിൽ നമ്മൾ അതിനെ ഒരു 75 ഓഫ്സെറ്റ് കൊടുക്കാം. ഓക്കെ, ലൈൻ സെലക്ട് ചെയ്യുക, ഔട്ട്ലൈൻ ഒരു 75. ഭയങ്കരമായിട്ട് ഞാനിപ്പോൾ റൂഫിൻ്റെ അളവ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഇത്രയും ഓഫ്സെറ്റ് വന്നത്. അപ്പോൾ ഞാനിതിപ്പം കുറച്ച് കുറവ് കൊടുക്കാം, 15 കൊടുത്തു. എന്നിട്ട് നമുക്ക് ഈ ഒരു എന്നിട്ട് ഈ റൂഫിൻ്റെ ആ ഒരു ഇന്നർ ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. കാരണം നമുക്ക് ഇതിനെ നമ്മൾ പിവൽ കൊടുക്കുകയാണ് ചെയ്യും. എന്നിട്ട് നമ്മൾ മോഡിഫൈ ലിസ്റ്റിൽ പോയിട്ട് പിവൽ കൊടുക്കുക. നമ്മുടെ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മളൊരു ലെവൽ 1 ഹൈറ്റ് ഒരു 10 സെൻറ്റിമീറ്റർ കൊടുക്കാം. അതായത് റൂഫിൻ്റെ സ്ലാബിൻ്റെ തിക്നെസ് ഇത് ഞാനിപ്പോൾ ഒരു 23 അങ്ങനെ കൊടുക്കാം. ഒരു തിക്നെസ് വന്നു. ഇനി സെലക്ട് ചെയ്തിട്ട് ലെവൽ 2 പിക്ക് ചെയ്യുക. ഇതിന് ഔട്ട്ലൈൻ ഒന്നും കൊടുക്കണ്ട. ലെവൽ 2 പിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഹൈറ്റ്, റൂഫിൻ്റെ ഹൈറ്റ് എത്രയാണ് വരുന്നത് അത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നോർമലി 150, 135, 140 സംതിങ് ആണ് വരിക. അപ്പോൾ നമ്മൾ ആ ഒരു ഹൈറ്റ് കൊടുക്കുക. ജസ്റ്റ് ഒരു ഹൈറ്റ് കൊടുത്തു. എന്നിട്ട് ഇവിടെ ഔട്ട്ലൈൻ എന്നുള്ളത് നെഗറ്റീവ് കൊടുത്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യാം. അപ്പോൾ ചിലപ്പം എല്ലാതും പ്രോപ്പറായിട്ട് ജോയിൻ ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഞാനിപ്പം കണ്ടോ, നെഗറ്റീവ് കൂട്ടുന്തോറും ഇങ്ങനെയൊക്കെ ഷേപ്പിൽ ചേഞ്ച് വരും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഇത്രയാക്കി വെച്ചിട്ട് ഇതിലെ താഴത്തോട്ട് പോയി അവിടെ ക്യാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ എൻഡ് ക്യാപ്പ് ഓഫ് ആക്കാം. സ്റ്റാർട്ട് ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ക്യാപ്പ്, എൻഡ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ മുകളിലത്തെ ക്യാപ്പ്. അപ്പോൾ അത് ഓഫ് ആക്കിയിട്ട് ഇതിനെ നമ്മൾ എഡിറ്റബിൾ പോളിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് സെലക്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി കൊടുത്തു. എന്നിട്ട് എഡിറ്റബിൾ പോളിയിലെ വെർട്ടെക്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ കണ്ടു ഓരോ പോയിന്റ് വെർട്ടെക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ടോപ്പ് വ്യൂവിലിട്ടിട്ട് ഇതിനൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ഇതിൻ്റെ വെർട്ടെക്സ്, ഈ 2 വെർട്ടെക്സിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെൽഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ വെൽഡിൽ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. ഇതിനെ പിക്ക് ചെയ്തിട്ട് ഇവിടുത്തെ വാല്യൂ ഇപ്പോൾ 0.5 സെൻറ്റിമീറ്റർ ആണ് കിടക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. കണ്ടോ, കൂടെ വെൽഡായിട്ട് വരും, ജോയിൻ ആയിട്ട് വരും. ഫിനിഷ് കൊടുക്കുക. ഇവിടെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, വീണ്ടും വെൽഡ് കൊടുക്കുക. അത് നേരത്തെ കൊടുത്ത വാല്യൂവിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി വെൽഡാവും. ഫിനിഷ് കൊടുക്കുക. ഇനിയിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ജോയിൻ ചെയ്യാൻ പോയിന്റ്സ് ഇല്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഈ വെൽഡ് ചെയ്തത് കളയാണ്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്വിക്ക് സ്ലൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് പിക്ക് ചെയ്യാം. എന്നിട്ട് ഇതിനെയും ഈ സ്നാപ്പ് ഓൺ ആക്കുക. എന്നിട്ട് ഈ ഒരു പോയിന്റിനെയും പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എസ്കേപ്പ് കൊടുക്കുക. അപ്പോൾ ഇവിടെ
ഇവിടെ കണ്ടോ ഒരു പോയിന്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്യൂബ് സ്ലൈസ് എടുക്കുക, ഈ പോയിന്റിനെ പിക്ക് ചെയ്യുക, എസ്കേപ്പ് അടിക്കുക. എസ്കേപ്പ് അടിക്കാൻ ജസ്റ്റ് മൂവിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തും പോയിന്റ് കിട്ടി. ഈ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആദ്യം ഇതിന് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വെൽഡ് കൊടുക്കുക. ഇതിന് സെലക്ട് ചെയ്ത് വെൽഡ് കൊടുത്തിട്ട് ഫിനിഷ് കൊടുക്കണം കേട്ടോ. വീണ്ടും സെലക്ട് ചെയ്യുക, വെൽഡ് കൊടുക്കുക, ഫിനിഷ് കൊടുക്കുക. പിന്നെ സെലക്ട് ചെയ്യുക, ഫിനിഷ് കൊടുക്കുക, സെലക്ട് ചെയ്യുക, ഫിനിഷ് കൊടുക്കുക. എന്നിട്ട് ഇതിനെ രണ്ടിന് സെലക്ട് ചെയ്യുക, വെൽഡ് കൊടുക്കുക, ഫിനിഷ് കൊടുക്കുക. ഇതിനെയും കൂടി സെലക്ട് ചെയ്യുക, ഫിനിഷ് കൊടുക്കുക. ജസ്റ്റ് പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞിട്ടാണ് കറക്റ്റായിട്ട് നമ്മുടെ റൂഫാണ് കോർണറായിട്ട് ജോയിൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിപ്പോൾ കണ്ടോ ഒറ്റൊരു സോളിഡ് ഫില്ല് പോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ആദ്യം പോളിഗൺ എടുത്തിട്ട് ഇതിനെ സെലക്ട് ചെയ്യുക. കൺട്രോൾ യൂസ് ചെയ്തിട്ട് 2-3 സർഫസിനും സെലക്ട് ചെയ്യുക. മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഇൻസേർട്ട്, ഈ ഇൻസേർട്ടിലെ ഈ ഒരു സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഈ ടേബിൾ ഈ ഒരു ഇത് ചെയ്തിട്ട് ഇവിടെ ഒരു തിക്നെസ് വാല്യൂ ഒരു 10 സെൻറ്റിമീറ്റർ ആണ് നോർമലി കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ പ്രൂഫ് ചെറുതായതുകൊണ്ട് ഞാനൊരു 2 സെൻറ്റിമീറ്റർ ആയിട്ടാണ് 2 കൊടുക്കുക, ഫിനിഷ് ചെയ്യും. അപ്പോൾ കണ്ടോ ഒരു ഉള്ളിലേക്ക് ഒരു ഇത് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇൻസേർട്ട് കൊടുത്തിട്ട് ഒരു 2 സെൻറ്റിമീറ്ററും കൂടി ആ ഒരു വാല്യൂ കൂടി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എസ്കേപ്പ് അടിച്ചിട്ട് നമ്മൾ ഈ രണ്ടാമത് ഓഫ്സെറ്റ് ചെയ്തില്ലേ, ആദ്യം ഓഫ്സെറ്റ് ചെയ്തല്ല രണ്ടാമത് ഉള്ളിലേക്ക് കൊടുത്തില്ലേ, അതിനെ പിക്ക് ചെയ്യുക. കൺട്രോൾ യൂസ് ചെയ്തിട്ട് എല്ലാത്തിനും പിക്ക് ചെയ്ത് കൊടുക്കുക. F4 നമുക്ക് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യാൻ വേണ്ടി ആൾട്ട് പിടിച്ചിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു എക്സ്ട്രൂഡ് കൊടുക്കാം. എക്സ്ട്രൂഡിൻ്റെ ഈ ഒരു ടേബിൾ പിക്ക് ചെയ്തിട്ട് ഒരു എക്സ്ട്രൂഡ് വാല്യൂ കുറച്ചൊരു 10 സെൻറ്റിമീറ്റർ എങ്ങാനും കൊടുക്കുക. പിന്നെ 2 കൊടുത്തിട്ട് ഫിനിഷ് കൊടുക്കുക. കണ്ടുള്ളിലേക്ക് ഇങ്ങനെ ഒരു ഇറങ്ങി നിൽക്കുന്ന പോലത്തെ ആയിരുന്നു ഇത് കിട്ടും. ഇനി നമ്മൾ ഈ ഒരു സർഫസിനെയൊക്കെ പിക്ക് ചെയ്യുക. പോളിഗൺ എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 3 ഇതിന് സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഫ്രണ്ട് വ്യൂവിലോട്ട് പോവാം. ഫ്രണ്ട് വ്യൂവിലിട്ടിട്ട് ഇവിടെ ബിവല് കൊടുക്കാം. ഓക്കെ, ബിവല് കൊടുത്തിട്ട് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. എന്നിട്ട് ഈ ബിവൽ വാല്യൂ ഇവിടുത്തെ ഈ വാല്യൂ നമ്മൾ നെഗറ്റീവ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുന്നുണ്ടാവും. എന്നിട്ട് ഇവിടുത്തെ ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ബിവൽ കൊടുക്കുന്നതാണ്. അത് നമ്മളിങ്ങനെ കൊടുത്തിട്ട് കറക്റ്റ് ആ ഒരു ഈ ലൈനിന് ഏകദേശം പാരലൽ ആവുന്ന രീതിയിൽ കൊടുക്കുക. ഇത്രയും കൊടുക്കുക. എന്നിട്ട് ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ പെർസ്പെക്റ്റീവിലേക്ക് ഉള്ളിൽ ഇങ്ങനെ ഹോളോ പോലെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഒരുപാട് ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതിന് പകരം ഒരു ഏകദേശം കുറച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നിർത്താം. എന്നിട്ട് എപ്പോഴും കൊടുക്കാം. റൂഫ് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനിയിപ്പം ഇതൊരു മെത്തേഡാണ്. ഇതല്ലാതെ വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഓട്ടോക്കാട് പ്ലാൻ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ തന്നെ ചിലപ്പോൾ റൂഫ് ആയിരിക്കും. സ്ലോപ്പ് റൂഫ് ആകുമ്പോൾ അതിൽ റൂഫിൻ്റെ ആ ഒരു ലൈൻ നമ്മൾ കാണിച്ചു കൊടുക്കും. അപ്പം അങ്ങനത്തെ റൂഫാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു
സ്റ്റീലിൻ്റെ പ്ലാൻ മാത്രമാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് സ്റ്റീലിൻ്റെ ടോപ്പ് വ്യൂവിൽ വന്നു. ടോപ്പിൽ വന്നിട്ട് നമ്മൾ ലൈൻ എടുക്കാം. ലൈൻ എടുത്തിട്ട് സ്നാപ്പ് ഓൺ ആക്കിയിട്ട് ഇങ്ങനെ വരയ്ക്കാം. വരച്ചു, ക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മൾ മോഡിഫൈയിൽ പോയിട്ട് ഇവിടെ ജിയോമെട്രിയിലെ ക്രിയേറ്റ് ലൈൻ എടുക്കുക. അതായത് ഒരെണ്ണം ക്ലോസ് ചെയ്ത് വരച്ച് കഴിഞ്ഞിട്ട് പിന്നെ ക്രിയേറ്റ് ലൈൻ എടുക്കുക. അത് ഏത് വേണമെങ്കിൽ വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ കണ്ടിന്യൂ ആയിട്ട് എല്ലാത്തിനെയും കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുക്കുക. ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാം. വരച്ചു. നമ്മൾ പെർസ്പെക്റ്റീവിൽ ഇടുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ പോയിന്റുകളില്ലേ, ഇത് ഈ 4 പോയിന്റുകളുടെ കൺട്രോൾ യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. ആദ്യം ഇതിന് വെർട്ടെക്സിലിടുക. ഇതിനെ സെലക്ട് ചെയ്യുക, ഇതിനെ സെലക്ട് ചെയ്യുക, ഇതിനെ സെലക്ട് ചെയ്യുക, ഇതിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ മൂവിൽ പോയിട്ട് ഹൈറ്റ്, ഒരു റൂഫിൻ്റെ ഹൈറ്റ് നമ്മൾ എത്രയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഹൈറ്റ് കൊടുക്കുക. ഒരു 150 130 നമ്മൾ മറ്റേതിൽ കൊടുത്ത ഹൈറ്റിൻ്റെ ആ ഒരു ഏകദേശം കൊടുക്കുക. 150 കൊടുക്കുക. പിന്നെ ആ ഒരു ഇത് പൊന്തി വീഴും. ഓക്കെ. എന്നിട്ട് ഇതിനെ എക്സ്ട്രൂഡ് കൊടുത്താൽ മതി. എക്സ്ട്രൂഡ് കൊടുക്കുക. തന്നെ അങ്ങോട്ട് ഒരു കൊടുക്കുക. ഇങ്ങനെയും വരയ്ക്കാൻ പോകും. ഇപ്പം ഇതിൽ ഏത് മെത്തേഡാണോ ഈസി ആ ഒരു മെത്തേഡ് നമുക്ക് ചൂസ് ചെയ്താൽ മതി. നെക്സ്റ്റ് നമുക്ക് ഡോർ വരയ്ക്കും നോക്കാം. നമ്മൾ റീസെറ്റ് ചെയ്യാം. ഫ്രണ്ട് വ്യൂവിലിട്ടു. എന്നിട്ട് ഇവിടെ റെക്റ്റാങ്കിൾ എടുത്തു. റെക്റ്റാങ്കിൾ എടുത്തിട്ട് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ സൈസ് വിഡ്ത്ത് 100ഉം വിഡ്ത്ത് 100ഉം ലെങ്ത്ത് 210. റെക്റ്റാങ്കിൾ വെച്ചു. എന്നിട്ട് ഇതിന് നമ്മൾ കൺവേർട്ട് ടു എഡിറ്റബിൾ പോളിയാക്കാം. കൺവേർട്ട് എഡിറ്റബിൾ സ്പ്ലൈൻ ആക്കാം. സ്പ്ലൈൻ ആക്കിയിട്ട് ഇതിൽ സ്പ്ലൈൻ ടിക്ക് ചെയ്യുക. ഈ സ്പ്ലൈനിനെ സെലക്ട് ചെയ്തിട്ട് ഒരു ഔട്ട്ലൈൻ, ഔട്ട്ലൈൻ ഒരു 10 കൊടുക്കാം. ഓക്കെ. എന്നിട്ട് ഇതിന് നമ്മൾ എക്സ്ട്രൂഡ് കൊടുക്കാം. എക്സ്ട്രൂഡ് കൊടുത്തിട്ട് എക്സ്ട്രൂഡിൻ്റെ എമൗണ്ട് ഒരു 15 ഫ്രെയിമായി ഡോറിൻ്റെ. ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഇത് കൊടുക്കാൻ വേണ്ടി ജില്ലയിൽ ഫ്രണ്ടിലിട്ടിട്ട് ഒരു കോപ്പി എടുത്ത് വയ്ക്കാം. ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു കോപ്പി എടുത്ത് വെച്ചിട്ട് ഇതിൽ കോപ്പി കൊടുക്കാം. ഓക്കെ. എന്നിട്ട് എക്സ്ട്രൂഡ് ഓഫ് ആക്കുക. എന്നിട്ട് ഈ ഒരു ഔട്ടർ ബൗണ്ടറിനെ സ്പ്ലൈനിൽ ഇട്ടിട്ട് ഈ ഒരു ഔട്ടർ ബൗണ്ടറിനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഈ സ്പ്ലൈനെ സെലക്ട് ചെയ്തിട്ട് ഒരു ഔട്ട്ലൈൻ 10 കൊടുക്കാം.
ഈ സെഗ്മെന്റിലേക്ക് ഇട്ടിട്ട് ഈ രണ്ട് സെഗ്മെന്റ് ഇതിനെയും സെലക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഡിവൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇതിനിങ്ങനെ വെർട്ടെക്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഡിവൈഡ് 6 കൊടുത്തിട്ട് ഡിവൈഡ് കൊടുത്തു. അപ്പോൾ കണ്ടു വെർട്ടെക്സ് പോയിന്റ്സ് ആഡ് ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഞാനിവിടെ ക്രിയേറ്റ് ലൈൻ എടുത്തിട്ട് ഇതിലെ മൂന്നാമത്തെ സ്നാപ്പ് ഓൺ ആക്കുക. മൂന്നാമത്തെ ഈ രണ്ട് വെർട്ടെക്സ് തമ്മിൽ കണക്ട് ചെയ്തിട്ടൊരു ലൈൻ വരച്ചു. എന്നിട്ട് ക്രിയേറ്റ് ലൈൻ ഓഫ് ആക്കുക. എന്നിട്ട് ഈ ബാക്കിയുള്ള വെർട്ടെക്സിനൊക്കെ ജസ്റ്റ് ഒന്ന് കളയുക. സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെർട്ടെക്സിൽ ഇടുക. എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ സെഗ്മെന്റിലേക്ക് തന്നെ ഇട്ടിട്ട് ഇതിനെ പിക്ക് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്യാനാണ് ജസ്റ്റ് ഡിവൈഡ് എടുത്തിട്ട് 1 കൊടുക്കുക, ഡിവൈഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഡിവൈഡ് 1 കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു. സെലക്ട് ചെയ്യുക, ഡിവൈഡ് 1 കൊടുക്കുക, ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ വീണ്ടും ക്രിയേറ്റ് ലൈനിൽ പോയിട്ട് ഇതിനെ കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ വയ്ക്കുക. എന്നിട്ട് നമ്മളിവിടെ ഈ ലൈനിൽ പിക്ക് ചെയ്യുക, ഇതിനെ പിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഔട്ട്ലൈൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെൻറ്റർ പിക്ക് ചെയ്യുക. സെൻറ്റർ പിക്ക് ചെയ്യാന്ന് വെച്ചാൽ രണ്ട് സൈഡിലേക്ക് ഔട്ട്ലൈൻ വരും. ഓക്കെ, നമ്മൾ ഔട്ട്ലൈൻ ഒരു 10 തന്നെ കൊടുക്കാം. ഔട്ട്ലൈൻ ഇതിന് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇതിന് ഔട്ട്ലൈൻ ഒരു സെൻറ്റർ പിക്ക് ചെയ്തിട്ട് ഔട്ട്ലൈന് 10 കൊടുക്കാം. ഇങ്ങനെ വരും. ഇനിയിപ്പോൾ ബാക്കിയുള്ള പോർഷൻസ് നമുക്കൊന്ന് ട്രിം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെ സെഗ്മെന്റിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഇതിനെ പിക്ക് ചെയ്യുക. എന്നിട്ട് സ്നാപ്പ് ഓഫ് ആക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്തിട്ട് ഇത്രയ്ക്ക് വയ്ക്കാം. അപ്പോൾ ഇതിനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് വയ്ക്കാം. സെലക്ട് ചെയ്യുമ്പോൾ ട്രിം ഓപ്ഷൻ ശരിക്കും വർക്ക് ചെയ്യാനാണ് കുറച്ച് നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ട്രിം വർക്ക് ചെയ്യും, അതല്ലാതെ വെച്ചാലും ചിലപ്പോൾ വർക്ക് ചെയ്യില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മളുടെ സ്പ്ലൈനിലോട്ട് ഇട്ടിട്ട് ട്രിം എടുക്കാം. ട്രിം ചെയ്യാം. എത്രയും ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡിവൽ കൊടുക്കുന്ന രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രൂഷൻ ഓൺ ആക്കാം. ഒരു 3 സെൻറ്റിമീറ്റർ കൊടുക്കാം. പിന്നെ വെർട്ടെക്സിൽ ഇട്ടിട്ട് ഇതിൻ്റെ വെർട്ടെക്സുകളെല്ലാം ഒന്ന് കോർണർ ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ വെൽഡ് വെർട്ടിസസും കൊടുക്കുക. നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് വരും. ഓക്കെ, അത് കോർണർ ആക്കാത്തതുകൊണ്ടാണ് ആ ഉള്ളിൽ ആ ഒരു കട്ടായി പോകാത്തത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ വീണ്ടും ഫ്രണ്ടിൽ ഇട്ടിട്ട് ഇതിൻ്റെ ഒരു കോപ്പിയും കൂടി എടുത്ത് വയ്ക്കാം. ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കോപ്പി എടുത്ത് വയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ സ്പ്ലൈൻ ഇട്ടിട്ട് ഈ ഒരു ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് ഇതിൽ നമുക്ക് എക്സ്ട്രൂഷൻ അല്ല ഡിവലാണ് വേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ എക്സ്ട്രൂഡ് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് എക്സ്ട്രൂഡ് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡിവൽ കൊടുക്കാം. ഡിവൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മോഡിഫൈ ലിസ്റ്റിൽ പോയിട്ട് ഡിവൽ കൊടുക്കും. ഇങ്ങനെ വരും. എന്നിട്ട് ഇവിടെ ഈ ഒരു ഹൈറ്റ് ഒരു
1.5 കൊടുക്കുക. എന്നിട്ട് ഇവിടെ ലെവൽ 2 പിക്ക് ചെയ്തിട്ട് ഇവിടുത്തെ ഹൈറ്റ് ഒരു 1.5 എന്ന് കൊടുക്കുക. ഈ ഹൈറ്റ് വേണമെങ്കിൽ ഒരു 1 കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടുത്തെ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടു ഡിവൽ ഇങ്ങനെ ഡിവലായിട്ട് വരും. വേണമെങ്കിൽ ലെവൽ 3 കൊടുത്തിട്ട് വേറെ ഷേപ്പൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ഷേപ്പൊക്കെ കൊടുക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ സ്നാപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട്, ഇതിനെ സ്നാപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക, ഇതിൻ്റെ പിന്നിലോട്ട് വരിക, സ്നാപ്പ് ഓൺ ആക്കുക. ഈ ഒരു പോയിന്റിനെ ഇതിനെ പിക്ക് ചെയ്തിട്ട് നമ്മൾ സ്നാപ്പ് ചെയ്യുന്നത്. വീണ്ടും സെലക്ട് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഇതിനെ സെലക്ട് ചെയ്യാം. അതായത് നമുക്ക് ചിലപ്പോൾ ഈ ഫ്രെയിം മാത്രം സെലക്ട് ആവാം. എന്നിട്ട് ഇതിനെയും കൂടി സ്നാപ്പ് ചെയ്തിട്ട് ഓക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിന് മെറ്റീരിയലോട് ജസ്റ്റ് ഗ്രിഡ് മോഡ് ഓഫ് ആക്കാൻ ഈ ഗ്രിഡ് പോകാൻ വേണ്ടി ജസ്റ്റ് ജി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇതിന് മെറ്റീരിയൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എം കൊടുക്കുക. നമുക്ക് 2 ടൈപ്പിൽ മെറ്റീരിയൽ കൊടുക്കാം. ഒന്ന് നമുക്ക് വീറെ മെറ്റീരിയൽ കൊടുക്കാം. മെറ്റീരിയൽ എടുത്തിട്ട് ഇവിടെ ഫിസിക്കൽ അപ്പിയറൻസ് ആയിരിക്കും എടുക്കുക. അപ്പോൾ ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ വീറെ MTL എന്ന് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ കണ്ട കളർ ചേഞ്ച് ആയി. ഇനി എന്നിട്ട് ഇവിടെ പോയിട്ട് ഇവിടെ ഈ ഒരു കോസ്മോസ് ബ്രൗസർ ഉണ്ട്, ഇത് പിക്ക് ചെയ്തിട്ട് കണക്റ്റഡ് ആയിരിക്കണം. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് മെറ്റീരിയൽ വേണ്ടത് അതിങ്ങനെ ഇങ്ങനെ ലോഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കണ്ടു മെറ്റീരിയൽ വരും. ഏത് മെറ്റീരിയലാണോ വേണ്ടത് നമുക്ക് ലോഡ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഓരോ ഫ്രെയിമിനെ സെലക്ട് ചെയ്യാം. ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ അസൈൻ കൊടുക്കാം. ഓക്കെ, സെലക്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിപ്പോൾ കണ്ടോ കളർ മാത്രമേ വന്നിട്ടുള്ളൂ, ആ ഒരു ഡിസൈൻ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലിസ്റ്റ് ഇവിടെ മോഡിഫൈ ലിസ്റ്റിലെ മാപ്പ് സ്കെയിലർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ മാപ്പ് സ്കെയിലർ എന്ന് പറയുമ്പം കുറേ സംഭവങ്ങളുണ്ട്. ജസ്റ്റ് വെറും മാപ്പ് സ്കെയിലർ ഒരു ഒരു 3 വട്ടം ടൈപ്പ് ചെയ്താൽ മതി, അപ്പോൾ കിട്ടും മാപ്പ് സ്കെയിലർ. ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ സ്കെയിലൊന്ന് കുറച്ച് ഇതല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇവിടെ UV UVW മാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് രണ്ടും കണ്ടോ, അപ്പോൾ കണ്ടോ ടെക്സ്ചർ വന്നിരിക്കുന്നതാണ്, വുഡിൻ്റെ ടെക്സ്ചർ. എന്നിട്ട് ഇതിൽ പ്ലാനർ ഉണ്ട്, സിലിണ്ടറിക്കൽ ഉണ്ട്, സ്പെറിക്കൽ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഓരോന്ന് ജസ്റ്റ് ഞാനിപ്പോൾ പ്ലാനർ എടുക്കുമ്പോൾ കണ്ടോ ആ ഒരു സ്കെയിലാവുന്നതാണ്. പിന്നെ ഇവിടെ സിലിണ്ടറിക്കൽ എടുത്തതിന് സ്കെയിലാവുന്ന ആ ഒരു ഇത് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ നോർമലി ബോക്സിലിട്ടിട്ടാണ് ചെയ്യുക. ബോക്സിലിട്ടിട്ട് ഇവിടെ ലെങ്തിൻ്റെ സ്കെയില്, വിഡ്ത്തിൻ്റെ സ്കെയിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതുപോലെ ഇതിന് സെലക്ട് ചെയ്യുക, ഈ മെറ്റീരിയൽ അസൈൻ ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക, മെറ്റീരിയൽ അസൈൻ ചെയ്യുക. ഇപ്പോൾ ഇത് വന്നില്ലെങ്കിൽ നേരത്തെ ചെയ്ത പോലെ UVW മാപ്പോ അല്ലെങ്കിൽ മാപ്പ് സ്കെയിലൊക്കെ യൂസ് ചെയ്യുക.
അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, ഇതൊരു മെത്തേഡ്. അതല്ലാതെ ബിഗ് മാപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബോക്സ് വരച്ചു. ഇതിലെ നമുക്കിവിടെ ഞാൻ വേറെ മെറ്റീരിയൽ എടുത്തു. ഇതിപ്പോൾ നമ്മൾ വേറെ മെറ്റീരിയൽ ആക്കി വെച്ചതാണ്. വേറെ മെറ്റീരിയൽ എടുത്തിട്ട് ഇവിടെ ഡിഫ്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഡിഫ്യൂസിൻ്റെ ഇവിടെ ഈ ഒരു ചെറിയൊരു റെക്റ്റാങ്കിൾ ഉണ്ട്. ഇതിൽ പിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ജനറലിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ബിഗ് മാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് നമ്മൾ ഇപ്പോൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള വല്ല ഇമേജസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബിഗ് മാപ്പ് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു. അപ്പോൾ കണ്ടോ, നമ്മുടെ എവിടെയാണോ നമ്മുടെ മെറ്റീരിയൽ സേവ് ചെയ്തേക്കുന്നത് ആ ഒരു മെറ്റീരിയൽ നമുക്കിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ മെറ്റീരിയൽ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ട് അസൈൻ ചെയ്ത് കൊടുക്കാം. ഈ ചിലപ്പോൾ നമ്മളിങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുമ്പം ഇവിടെ കാണില്ല, നേരത്തെ ചെയ്തതുപോലെ ഇങ്ങനെ തന്നെയായിരിക്കും ഇരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഷോ ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനിൽ ഇത് സെലക്ട് ചെയ്തിട്ട് അത് മെറ്റീരിയൽ കൊടുക്കുക. അതുപോലെ സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാപ്പ് സ്കെയിലർ അല്ലെങ്കിൽ UVW മാപ്പ് യൂസ് ചെയ്തിട്ട് സ്കെയിൽ ചെയ്യാം. ഇത്രയും ചെയ്തു.